welcome back to our family. ഇപ്പൊ രണ്ടാമത്തോടെ വെൽക്കം ബാക്ക് പറയുന്നത്. അപ്പൊ ഞാൻ കട്ടാക്കി. ഞാൻ അപ്പുറത്ത് വരെ പോവാ, അതുകൊണ്ടിട്ടാണ് ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് കുറെ ദൂരം പോകുമ്പോഴാനുള്ള മാത്രമല്ല, സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഗോകുൽ ഇന്ന് തിരിച്ച് ദുബൈയിലേക്ക് പോവുകയാണ് 2 മാസത്തേക്ക്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഭാര്യക്ക് ഭർത്താവിന് കൊടുക്കാനോ ഭർത്താവിന് ഭാര്യക്ക് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ്, വാച്ചസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, മൊബൈല് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള നമ്മൾ എടുക്കൂല, നമ്മുടെ ഷോപ്പിൽ നിന്നുള്ളതല്ല വേണമെങ്കിൽ. ബിക്കോസ് വെയിറ്റ് കൂടുതലായിരിക്കും. വാച്ചൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ വെയിറ്റ് കൂടുതലല്ലോ. അങ്ങനെ വരുമ്പോൾ തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്നും ഓർഡർ കൊടുത്തിട്ടില്ല. ഞാൻ പൊതുവേ ഗോകു പോകുമ്പോൾ ഞാൻ ഓർഡർ കൊടുക്കാറില്ല. ആകെ ഞാൻ പറയും, ഗോകു കിറ്റ്കാറ്റിൻ്റെ മുട്ടായി കൊണ്ടുവരാൻ മറക്കരുത്, വേറെ ഒന്നും വേണ്ട എന്ന് പറയാറുണ്ട്. സോ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗോകുലെ കിറ്റ്കാറ്റിൻ്റെ മുട്ടായി മേടിച്ച് വെച്ചേക്കണേ. അവൻ പറഞ്ഞ് ഒരു ബണ്ടിൽ ഞാൻ വാങ്ങി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നെങ്കിൽ ഒന്നെങ്കിൽ കാശി ബേബിക്കുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ അവനുള്ള ടോയ്സോ വാട്ടർ ബോട്ടിലോ ഫീഡിങ് ബോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാറുള്ളൂ. ഇപ്പം നമുക്കൊന്നും അങ്ങനെ ഞാൻ എന്നെ പ്രത്യേകിച്ച് അവൻ മേടിപ്പിക്കാറില്ല. പിന്നെ ഞാൻ എൻ്റെ പൈസക്ക് ഞാൻ വാങ്ങും. എന്ത് എന്റെ പൈസ നിന്റെ അക്കൗണ്ടിൽ ഇടുമ്പോ അത് നിന്റെ പൈസ. അപ്പൊ പൈസ ആയിരുന്നാ എന്റേത്. എനിക്ക് ഗൂഗിൾ പേ ഇല്ല, എനിക്ക് ദുബായിൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, എനിക്ക് ഇവിടെ അക്കൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് ഗൂഗിൾ പേ ഇല്ല. അപ്പൊ എന്റെ പൈസ മൊത്തം വരുന്നത് ഇവിടെ അക്കൗണ്ടില്ല. ആ പൈസ എടുത്ത് ഇവിടെ ചെലവാക്കും. എന്നിട്ട് പറയാം എന്റെ പൈസ ഇല്ലേ. അപ്പൊ ആരുടെ പൈസ? എന്റെ പൈസ. ഇവിടെ ഗൂഗിൾ പേയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൈസ. എന്റെ കയ്യിൽ നിന്ന് 10 രൂപ തറയിൽ കൂടെ അവള് എടുത്തു കഴിഞ്ഞാൽ അത് അവളെ പൈസ. ഞാൻ അങ്ങനൊന്നും എടുക്കാറില്ല കേട്ടോ. അല്ല, ഞാൻ ഒരു അതിശക്തിപരമായിട്ട് ഞാൻ പൈസ ഇരിക്കുന്ന കണ്ടാൽ പോലും ഞാൻ എടുക്കില്ല. ഞാൻ അറബി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ എടുക്കും. സൗദി അറബി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അത് ഗോകുനോടൊന്നല്ല, ആരുടെ ആയാലും ചോദിച്ചിട്ട് ഞാൻ എടുക്കാറുള്ളു. ഞങ്ങള് കടയിൽ വന്നാൽ ഗോകുന് ചിപ്സ് വാങ്ങാൻ. എനിക്ക് ഇറങ്ങിയിട്ട് ബാക്കി പറയാം. ഈ ഷോപ്പ് വരുന്നത് വെച്ചാൽ നമ്മുടെ അഞ്ചാലമ്മൂട് ജംഗ്ഷൻ ഉണ്ടല്ലോ, അഞ്ചാലമ്മൂടൊക്കെ കൊല്ലത്തുള്ളവർക്ക് അറിയായിരിക്കും. അഞ്ചാലമ്മൂട് ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഫ്രഷ് ആയിട്ട് കായൊക്കെ ചെത്തി വറുക്കുന്നത്, നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വറുക്കുന്നതൊക്കെ കാണാൻ പറ്റുമല്ലോ. നമ്മൾ ഇപ്പോൾ അമ്മ പോയാലും ഗോകു പോയാലും നമ്മൾ അവിടെ പോയിട്ട് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കാറുള്ളൂ. ചിപ്സ് മാത്രമല്ല കേട്ടോ, വറ്റലും മുറുക്കും ഒക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല മറ്റേ ഇതുണ്ടല്ലോ, നട്ട്സും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ സോ നമ്മൾ അവിടെ പോയിട്ടാണ് സ്ഥിരം വാങ്ങാറുള്ളത്. നമ്മൾ അഞ്ചാലമ്മൂട് സ്കൂൾ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പം ആ റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞങ്ങൾ സ്ഥിരം അവിടെ പോയി വാങ്ങുന്നതുകൊണ്ടിട്ട് നേരെ അവിടെ ചെന്ന് വാങ്ങും എന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. എല്ലാം പർച്ചേസ് ചെയ്തു. ഞങ്ങൾ മിച്ചറും ചിപ്സും ഒക്കെ മേടിച്ച്, ചക്കവറ്റിൽ ചിപ്സ്, മിക്സഡ്, എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു. പിന്നെ ടേസ്റ്റ് ചെയ്യാൻ തന്നാ നമ്മൾ സ്ഥിരം ഗോകു ആയാലും അമ്മയായാലും പോകുമ്പോൾ എല്ലാം ഇവിടുന്ന് തന്നെ അന്നേരം വറുത്ത് കിട്ടും, ഫ്രഷ് ഐറ്റംസ് കിട്ടും. സോ അത് മേടിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇവിടുന്ന് 7 മണിയാകുമ്പോൾ ഇറങ്ങും കൊല്ലത്തുനിന്ന്. ട്രിവാൻഡ്രത്തു നിന്നാണ് ഫ്ലൈറ്റ്. നമ്മൾ ട്രിവാൻഡ്രത്ത് 10:30 ഫ്ലൈറ്റ്, 10:45 ഗോകുന് ദുബൈയിലേക്കുള്ള ഫ്ലൈറ്റ്. ഏത് എയർലി ക്രൂസ് അല്ലേ? നമ്മൾ ഇറങ്ങാനായി 7 മണിയായി. ഒരു സാധനം എടുത്തു വെച്ചില്ല. ഡ്രസ് എല്ലാം ഞാൻ ഇന്നലെ എടുത്തു വെച്ച്. എനിക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്, സ്നാക്സ് കാര്യങ്ങൾ. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇന്നലെ എടുത്ത് മടക്കി ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇന്ന് നടന്ന് തിരഞ്ഞെടുപ്പ്. പിന്നെ പോകുമ്പോൾ എവിടെ പോകുമ്പോഴും ഞാൻ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. ഉള്ളത് ക്യാമറ കുറച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ എവിടെ പോകുമ്പോൾ ഒന്നും കാര്യമായിട്ട് എടുക്കാറില്ല. ഉള്ളത് പാക്ക് ചെയ്ത് എല്ലാം അവിടെ കിടക്കുക. ഗോകുവിൻ്റെ ഡ്രസ്സ് വരുന്നത് എല്ലാം ദുബൈയിലാണ്. നാട്ടിലങ്ങനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അലിഞ്ഞു പോയി ഐസ്ക്രീം. ഇനി ദുബായി പോയിട്ടാണ് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ.
വിഷമം ഉണ്ടോടെ? അല്ല കൊല്ലത്തുനിന്ന് എറണാകുളം പോകുന്ന ആൾക്കാർ ഗോകു പോയിട്ട് വരുന്നത് ഇപ്പൊ. അതുകൊണ്ട് എന്ത് വിഷമിക്കേ? ഞാൻ കല്യാണത്തിന് മുന്നേ അങ്ങനെ തന്നെ ഒരു 1 day 2 day 3 day പോയിട്ട് വരും. അപ്പം ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്കും അങ്ങനെ ആദ്യത്തെ കണക്ക് അത്ര സങ്കടമൊന്നുമില്ല. പിന്നെ കാശിയുടെ കാര്യമാണ്. ഗോകുലാതെ പറ്റത്തില്ല കാശിക്ക്. കുറച്ചു നേരം മാറി നിന്നാലേ കാശി കരച്ചില്ല. അപ്പോൾ പിന്നെ കാണാണ്ടിരിക്കുമ്പോൾ എന്താവും എന്ന് എനിക്ക് അറിയാൻ വയ്യ. കൊള്ളത്തില്ല ഐസ്ക്രീം. വാങ്ങിയല്ലേ വെച്ച് കഴിക്കുക. ഒരു ചായയും കൂടി കുടിച്ചോളാം. 2 മാസം കഴിഞ്ഞില്ലേ ഇവിടെ ചായ കുടിക്കാൻ പറ്റും. 2 മാസം കഴിഞ്ഞ് പോരും. പിന്നെ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചേ കൊടുത്തുള്ളൂ. എന്നിട്ട് ഇപ്പൊന്നും പോകില്ല കേട്ടോ. എന്നല്ല എന്റെ മൂഡ് പോലെ ഞാൻ വരും. ഞാനിപ്പോ അടുത്ത മാസം പറഞ്ഞ ഞാൻ നോക്കും. സ്റ്റാഫിന് സാലറി കൊടുക്കണം. അവിടുത്തെ പെരുന്നാളാ, ഈദല്ലേ. നമ്മളെ കട നോക്കുന്ന മാനേജർ സ്റ്റാഫ് ഉണ്ടല്ലോ, അവന് സാലറി കൊടുക്കണം. പിന്നെ ഇതിന്റെ കുറച്ച് പർച്ചേസ് ഉണ്ട്, അത് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്റ്റാഫിനെ കിട്ടിട്ടോ ഒരു എന്താണ് ശ്രീലങ്കൻ പേരെ കിട്ടിയിട്ടുണ്ട്. അത് ഡെലിവറിക്ക് വേണ്ടി മാത്രം. പിന്നെ നമുക്ക് സ്റ്റാഫായിട്ട് ഒരാളും കൂടി വേണം. ബോയ് വേണം. സ്റ്റിൽ സെർച്ചിങ്. തണുക്കുന്നു. പിന്നെന്തോട്ടാ പറയാനുള്ള കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. എല്ലാം ഡ്രാഫ്റ്റിൽ കഴിച്ചു. ഞങ്ങൾ തൃശ്ശൂരായിരുന്നു കുറച്ച് ദിവസം. അവിടെ റേഞ്ച് എന്ന് പറയുന്ന സാധനമില്ല, വൈഫൈ ഇല്ലായിരുന്നു. ചേട്ടൻ്റെ ഫ്ലാറ്റിൽ റേഞ്ചും ഇല്ലായിരുന്നു. എനിക്കൊരു സംഭാരം പറഞ്ഞാൽ മതി കേട്ടോ. അല്ലേ സർബത്ത്, സംഭാരം അല്ലേ സർബത്ത്. നമ്മുടെ ചായക്കടയിൽ വന്നു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ രാത്രിയിൽ നമ്മൾ പുറപ്പെട്ടു. പക്ഷേ ഉണ്ടല്ലോ ഒരു സംഭവമായ കാര്യം നടന്നു. എന്താണെന്നല്ലേ, ഞങ്ങൾ അറിയുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. 7 മണി എന്ന് പറഞ്ഞത് 7 ആയപ്പോഴാണ് ഗോകു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോഴത്തേന് ചെക്കിൻ ക്ലോസ് ചെയ്തു. പിന്നെ അവിടെ നിന്നിട്ട് തന്നെ അന്നേരം തന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ്, അതായത് ഷാർജയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് നോക്കി. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇൻഡിഗോ എടുത്തു. എന്നിട്ട് അന്ന് രാത്രി തന്നെ കയറിപ്പോയി. അങ്ങനെ വെറുതെ പൈസ കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളൊരു പോക്കാണ് ഈ പോക്ക് പോകുന്നത്. എന്ത് ചെയ്യാനാ, ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ടൈം വേസ്റ്റായി. പിന്നെ അത് കണക്ക് തന്നെ കുറച്ച് ഞങ്ങൾ അവിടെ നിന്നു, ATM തപ്പി നടന്നു. അങ്ങനെ കുറച്ച് ടൈം പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഞാനവിടെ ചെക്കിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ചെന്ന ടൈമിൽ ചെക്കിൻ ഓപ്പൺ ആയിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാൻ ചെക്കിൻ ക്ലോസ്ഡ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു. അങ്ങനെ പിന്നെ അകത്ത് കയറിയപ്പോഴത്തേന് അവർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല എന്ന്. അപ്പം തന്നെ ട്രാവൽസിൽ വിളിച്ചു, ടിക്കറ്റ് എടുത്തിട്ടാണ് ദേ ഇപ്പം ഈ പോക്ക് പോകണത്. ഞാൻ കാണിച്ചത് ഈ ഫസ്റ്റ് കണ്ടോ, എയർ ഇന്ത്യ എക്സ്പ്രസ് ഷാർജ ക്ലോസ്ഡ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആ ഫ്ലൈറ്റും പോയി കിട്ടി. പക്ഷേ ഗോകു പോയി കേട്ടോ. അന്ന് നൈറ്റ് തന്നെ രാത്രി 10 മണിയുടെ ഫ്ലൈറ്റിന് പോകേണ്ടതിന് 10:45 ഫ്ലൈറ്റിന് പോകേണ്ടതിന് പോയത് രാത്രി 12 മണിയുടെ ഇൻഡിഗോയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും എൻ്റെ ബ്രദറും ഗോകുവും ബേബിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.